ബീഹാർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് വോട്ട് ചോരി എന്ന നനഞ്ഞ പടക്കവുമായി വീണ്ടും കോൺഗ്രസ് നേതാവ് രാഹുൽ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള നടന്നുവെന്നാണ് പുതിയ ആരോപണം. അതേസമയം ആരോപണങ്ങൾ രാഹുലിന്റെ വിദേശയാത്രയിൽ ഉരുത്തിരിയുന്ന കുതന്ത്രമെന്ന് ബിജെപി തിരിച്ചടിച്ചു. പതിവ് പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിന് എത്തി. ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ചീറ്റിപ്പോയ വോട്ട് ചോരി ആരോപണം വീണ്ടും പൊടി തട്ടിയെടുത്തു. ഇത്തവണ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള നടന്നെന്നാണ് ആരോപണം. 25 ലക്ഷം കള്ളവോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് 223 തവണ ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയെന്നും അന്തം വിട്ട കണക്ക് രാഹുൽ പുറത്തുവിട്ടു. പിന്നാലെ നേപ്പാൾ മോഡൽ ജെൻസി കലാപത്തിന് പ്രേരിപ്പിക്കും വിധം പ്രസ്താവനയും എത്തി. The young people of India, Gen Z, to understand this clearly, because this is about your future. What is being done is being taken from you. You are being stolen from, your future is being destroyed. So it's important that you listen and you watch. And as I've said multiple times, I take what I'm saying on this stage very seriously. I'm questioning the Election Commission. I'm questioning the democratic process in India. So I'm doing it with 100% proof. അതേസമയം രാഹുൽ ഗാന്ധിയെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ വോട്ടർ പട്ടികയ്ക്കെതിരെ ഒരു അപ്പീൽ പോലും ലഭിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് ബിജെപിയും രംഗത്തു വന്നു. രാഹുൽ ഗാന്ധിയുടേത് കഥയില്ലാത്ത നാടകം എന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം. ആരോപണങ്ങൾ രാഹുലിന്റെ വിദേശയാത്രയിൽ ഉരുത്തിരിയുന്ന കുതന്ത്രമെന്ന് ബിജെപി തുറന്നടിച്ചു. देश में कई ऐसे लोग हैं और देश के बाहर वो राहुल गांधी का एक मोहरा बना करके उसको यूज कर रहे हैं कि भारत का जो उभरता हुआ ताकत को, हमारे इमेज को नुकसान पहुंचाने के लिए राहुल गांधी जैसे लोगों को टारगेट कर रहे हैं. राहुल गांधी के साथ कुछ और लोग हैं जिसको वो इस्तेमाल करते हैं. उसमें प्रमुख चेहरा राहुल गांधी का भी है. തെരഞ്ഞെടുപ്പുകൾക്കും പാർലമെന്റ് സമ്മേളനങ്ങൾക്കും മുൻപ് രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനം നടത്തുന്നത് പതിവാണെന്നും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് കംബോഡിയ സന്ദർശിച്ചതായും ബിജെപി ആരോപിച്ചു. പുതിയ ആരോപണങ്ങൾ അവിടെ നിന്നും ലഭിച്ചതാകാമെന്നും ബിജെപി സംശയം പ്രകടിപ്പിക്കുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.